ഇവിടെ നിന്നാല് ഇങ്ങോട്ട് ചാടി വന്നാൽ എന്നെ ചെയ്യാൻ പറ്റും. നമ്മളവിടെ നിൽക്കുക ചാകുക എന്നല്ലാണ്ട് ഒരു രക്ഷയില്ല. എങ്ങോട്ട് ഓടും? ഓടാൻ സ്ഥലം വേണ്ടേ? അങ്ങോട്ട് ഓടിയാലും എങ്ങോട്ട് ഓടി ഇന്ന ഓടിയിട്ടും കാര്യമില്ല. പിടിച്ചത് തന്നെയാ. ഒരു 4 മണി ആയതുള്ളൂ. 4 മണിയായ സമയത്താണ് കാർച്ച്. ഞാൻ വിചാരിച്ചിട്ട് നമ്മുടെ അടുത്തേക്ക് പറന്നെത്തി എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയും കിട്ടില്ല. കുറച്ച് സമയം നോക്കി നിന്നു. അപ്പം തൊട്ടപ്പുറത്ത് വേറെ ആളുകൊണ്ട് ടൈപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം പുള്ളിയും കേട്ടിട്ട് പുള്ളിയും രണ്ടുപേരും കേട്ടു അന്തിച്ച് നിൽക്കുക ചെയ്തേ. അപ്പം എന്താ സംഭവം എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു കട്ടുപേടയാണെന്ന് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു. ഇപ്പം ഇതെവിടുന്ന് വന്ന പുലിയാണെന്നോ എങ്ങനെ വന്ന പുലിയാണെന്നോ നമുക്കറിയത്തില്ല. ഇതിപ്പോൾ എവിടെയെങ്കിലും നരപൂജിയാണോ മനുഷ്യനെ പിടിക്കുന്നതാണോ നമുക്കറിയത്തില്ല. വയനാട്ടിൽ നിന്ന് പിടിക്കുന്നതിന് ഇവിടെ കൊണ്ടുവിടും, ഇവിടുന്ന് പിടിക്കുന്നതിന് അവിടെ കൊണ്ടുവിടും. അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവിട്ടിട്ട് വല്ല ശാശ്വതമായ പരിഹാരമുണ്ടോ? അപ്പം എൻ്റെ ഭാര്യ പറയുന്നത് ഞാൻ ഇനി അങ്ങോട്ട് പാലെടുക്കാൻ വരികയല്ല, അവർക്ക് പേടിയാ. അല്ല നിങ്ങൾ പോയി വെട്ടിക്കൊണ്ട് പോരാ. എന്നാ വെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് അങ്ങോട്ട് വരുന്നത്, എൻ്റെ കൂടെ വേറെ ആരുമില്ല. ഏതെങ്കിലും സമയത്തിൽ ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് നേരം വെളുക്കുമ്പോൾ ഒന്നും ആരും ഉണ്ടാവും. നമുക്ക് റബ്ബർ വെട്ടാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മുടെ മാർഗ്ഗം എനിക്ക് 2 ഏക്കർ സ്ഥലമുള്ളത്, എനിക്ക് 100 മരമുള്ളതാ. ഞാൻ അതുകൊണ്ടാണ് ജീവിക്കുന്നത്. അത് വെട്ടി മൊത്തത്തിൽ ഭീഷണി. ഇപ്പൊ അവിടുന്ന് ഇപ്പൊ വെളിവാക്കിട്ട് 2 പട്ടീനെ കൊണ്ടുപോയി. കഴിഞ്ഞ വർഷം നാണയനാണെങ്കിൽ ഒരു 3-4 പോത്തിനെ കടുവ പിടിച്ചുകൊണ്ട് പോയി. അതിനുശേഷം ഈ ഭാഗത്തേക്ക് ആന ഇറങ്ങുന്ന എല്ലാ സംഭവം ആന ഇറങ്ങുന്നുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും ആന ഇതിന്റെ അകത്താണല്ലോ. അപ്പൊ നമുക്കത് പെട്ടെന്ന് ഇതിന്റെ ഭവിഷ്യത്ത് നമുക്കറിയാലോ. കഴിഞ്ഞ 10-15 വർഷമായിട്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ കേളാം പഞ്ചായത്തിൽപ്പെട്ട രാമച്ചി എന്ന് പറയുന്ന പ്രദേശത്താണുള്ളത്. ഈ ഒരു പ്രദേശത്ത് കഴിഞ്ഞ ദിവസം ഈ റബ്ബർ തോട്ടത്തിൽ കൂടെ ഒരു പുലി വരുന്നൊരു സാഹചര്യം ഉണ്ടായി. പുലി വന്നു എന്ന് മാത്രമല്ല, ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ഈ ഒരു സ്ഥലത്തിൻ്റെ ഉടമസ്ഥർ തന്നെ സ്ഥാപിച്ചിട്ടുള്ള ക്യാമറയിൽ ആ ഒരു പുലിയുടെ ദൃശ്യങ്ങൾ പകരുകയും ചെയ്തു. ആ ഒരു ദൃശ്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ദൃശ്യങ്ങൾ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഈ ഒരു ദൃശ്യത്തിന് ആസ്പദമായ പ്രദേശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എന്താണ് അവിടെ സംഭവിച്ചതെന്ന്, അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള ആളുകളുടെ ആശങ്കകളൊക്കെയാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ആ ഒരു പ്രദേശത്താണ് നിൽക്കുന്നത്. ഇതാണ് ആ ഒരു വിഷ്വലിൽ കണ്ട ആ ഒരു പ്രദേശം. ആ ഒരു റബ്ബർ തോട്ടം കാര്യങ്ങളൊക്കെ ഈ കാണുന്നതാണ്. നമുക്കിവിടെ വരുന്ന ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഈ ഒരു ക്യാമറ, ഇത് സെൻസറൊക്കെ ഉള്ള ഒരു സിസ്റ്റമാണ്. വന്യമൃഗശല്യം അതിരൂക്ഷമായി കഴിഞ്ഞപ്പോൾ അവർ ഫിറ്റ് ചെയ്ത ഒരു സംഭവമാണ്. ഈ ഒരു ക്യാമറയിലാണ് ആ ഒരു വിഷ്വൽ കിട്ടിയത് കേട്ടോ. ഇതിൻ്റെ മുമ്പിലൂടെ ഈ ഒരു വഴിക്കോടെയാണ് പുലി നടന്ന് പാസ് ചെയ്ത് ഈ താഴേക്ക് ഇങ്ങനെ പോയത്. ഈ പ്രദേശം നമുക്ക് റബ്ബർ തോട്ടമാണ്, കാണുമ്പോൾ തന്നെ അറിയാം. ഇതൊക്കെ റബ്ബർ ടാപ്പ് ചെയ്യുന്ന തോട്ടങ്ങളാണ്. തൊട്ട് മുകളിലായിട്ടൊക്കെ പല സ്ഥലങ്ങളും കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലോട്ട് ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഈ പ്രദേശത്തൊക്കെ സ്ഥിരമായിട്ട് ടാപ്പ് ചെയ്യുന്ന ഒരാളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തോടെ നമുക്ക് ഇതിനെക്കുറിച്ചൊന്ന് ചോദിക്കാം. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് ബിജു. ഇന്നലെ വെളുപ്പിനല്ലേ ഈ സംഭവം? ഇന്നലെ വെളുപ്പിന് 4 മണിക്ക്. ചേട്ടൻ ഈ പ്രദേശത്തൊക്കെ ടാപ്പ് ചെയ്യുന്ന ആളല്ലേ? ഞാൻ ഇന്നലെ 4 മണിയായ ഞാനിവിടെ ഇന്നലെ ഒരു 5:30 ആയപ്പോഴേക്കും ഞാനിവിടുന്ന് ഈ റൂട്ടിന് അങ്ങോട്ട് പോകുമായിരുന്നു. എനിക്ക് എന്റെ തൊട്ടപ്പുറത്ത് ഒരു 2 ഏക്കർ സ്ഥലമുണ്ട്. റബ്ബർ തോട്ടമാണ് ഇതിന്റെ അപ്പുറത്ത് രാമച്ചിയിൽ. അപ്പൊ റബ്ബർ തോട്ടം വെട്ടാൻ വേണ്ടി ഞാൻ എല്ലാ ദിവസവും അങ്ങനെയാ പോകുന്നത്. ഇപ്പം എന്റെ ഭാര്യ, ഞാൻ റബ്ബർ വെട്ടാൻ പോകുന്നതിന്റെ പുറകെയാണ് എന്റെ ഭാര്യ പാലെടുക്കാനായിട്ട് കാപ്പിയും കണ്ടൊക്കെ വരുന്നത്. ഞാൻ വെട്ട് കഴിയുമ്പോഴേക്കും ഭാര്യ അവിടെ വരും. ഞങ്ങള് ഭാര്യ ഒറ്റയ്ക്കാണ് അവിടെ വരുന്നത്. അപ്പം ഇപ്പം ഞങ്ങൾക്കൊരു ഭയങ്കര ഈ പുലിനെ കണ്ട സ്ഥിതി. പുലി ഇവിടെ നേരത്തെ ഇവിടെ ഇല്ലായിരുന്നു. ഇങ്ങനെ സംഭവം നടന്നതിന് ഇപ്പൊ ഇത് കണ്ടപ്പോഴാണ് പുലിയാണെന്ന് മനസ്സിലായത്. നേരത്തെ കടുവയുണ്ടായിരുന്നു. കടുവേനെ ഇവിടെ കൂട് വെച്ച് പിടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പുലിയുടെ സാന്നിധ്യം ഇപ്പോഴാണ് കണ്ടത്. ഇതിനു മുമ്പ് ഇവിടെ പുലി ഇന്ന സംഭവം ഇല്ലായിരുന്നു. അപ്പൊ ഇത് എന്നാന്ന് ചോദിച്ചാൽ ഇപ്പം നമുക്കിപ്പം ഭയങ്കര ഭയപ്പാടില്ല നമ്മളുള്ളത്. എന്നാ വെച്ചാൽ നമുക്ക് റബ്ബർ വെട്ടാൻ പോകാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ ഉപജീവന മാർഗ്ഗമാണല്ലോ. നമുക്ക് റബ്ബർ വെട്ടാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മുടെ മാർഗ്ഗമാണ്. എനിക്ക് 2 ഏക്കർ സ്ഥലമുള്ളത്, എനിക്ക് 100 മരമുള്ളതാ. ഞാൻ അതുകൊണ്ടാണ് ജീവിക്കുന്നത്. അത് വെട്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പൊ എന്റെ ജീവിതമാർഗ്ഗം മുട്ടിയിട്ടുള്ള ഒരു ലക്ഷണത്തിലാണ്. ഇപ്പൊ എന്റെ ഭാര്യ പറയുന്നത് ഞാൻ ഇനി അങ്ങോട്ട് പാലെടുക്കാൻ വരികയല്ല, അവർക്ക് പേടിയാ, ഭയമാണ്. സ്വാഭാവികമായിട്ട് എല്ലാവർക്കും പേടിയുണ്ടാവില്ല, ഭയമാണ്. അതുകൊണ്ട് അവള് പറയുന്നത് ഞാൻ പാലെടുക്കാൻ വരികയല്ല, നിങ്ങൾ പോയി വെട്ടിക്കൊണ്ട് പോരാ. എന്നാ വെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് അങ്ങോട്ട് വരുന്നത്, എൻ്റെ കൂടെ വേറെ ആരുമില്ല. ഏതെങ്കിലും സമയത്തിൽ ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒന്നാമത് കാട് പ്രദേശമാണേലും മറ്റേ ജനങ്ങൾ വസിക്കുന്ന സ്ഥലമാണെങ്കിൽ തന്നെയാണേലും
നേരം വെളുക്കുമ്പോൾ ഒന്നും ആരും ഉണ്ടാവൂല. അതെ അതെ. വഴി സൈഡ് വഴിയിൽ അങ്ങോട്ട് പോകുമ്പോഴൊന്നും ആരും ഉണ്ടാവൂല. ഇവിടുന്ന് ഒത്തിരി പേര് ഇവിടുന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ടല്ലേ? ഒരുപാട് പേര് ഈ മൃഗശല്യം കാരണമല്ല, ഒത്തിരി പേര് പോയി ഇവിടുന്ന്. ഈ മേഖലയിൽ നിന്ന് ഒത്തിരി പേര് മൃഗശല്യം കാരണം ഒത്തിരി പേര് കേളകമ്പാത്തോട്ടും അങ്ങോട്ടൊക്കെ പോയി. ഇവിടെ ഇപ്പം സ്ഥലങ്ങൾ കിടപ്പുണ്ട്, എന്നാലും ഇതിന്റെ അപ്പുറത്തൊക്കെ കോളനികളുണ്ട്, ആദിവാസി കോളനികളുണ്ട്. അതുപോലെ തന്നെ ആൾക്കാർ താമസം കുറെ അപ്പുറത്ത് ആൾക്കാർ താമസമുണ്ട്. അപ്പം നമുക്കവിടെ 2 ഏക്കർ സ്ഥലത്ത് നമ്മൾ റബ്ബർ വെച്ച് റബ്ബർ ടാപ്പിങ്ങിനായിട്ട് നമ്മൾ പോയിക്കൊണ്ട്, ഞാൻ ഇതിനു മുമ്പ് കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ 5 മണി 5 മണിക്കും 4 മണിക്കും ഒക്കെ പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പം ആൾക്കാരെല്ലാം പറഞ്ഞ് ഇതുപോലെ മൃഗശല്യമൊക്കെ ആയതാണ്, നീ നേരം വെളുത്തേ പോകാവുള്ളൂ, നേരം വെളുത്തതിന് ശേഷമേ പോകാവുള്ളൂ, രാത്രിയിൽ ഇനി പോയി വെട്ടരുത്. എന്ന് വെച്ചാൽ നമുക്ക് രാത്രി വെട്ടെങ്കിലാണ് പാല് കൂടുതൽ കിട്ടുള്ളൂ. നേരം വെളുത്ത് പോയി കഴിഞ്ഞാൽ അന്നേരം വെയിലായി കഴിഞ്ഞാൽ പാല് കുറവാണ് കിട്ടുന്നത്. അപ്പം നമ്മളൊരു 5 മണിയൊക്കെ ആകുമ്പോൾ പോയി വെട്ടുവാണെങ്കിൽ 5 4 മണിക്കോ 5 മണിക്കോ ഒക്കെ വെട്ടുവാണെങ്കിൽ നമുക്ക് പാല് കിട്ടും, റബ്ബറിന് പാല് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഈ നേരം രാവിലെ ഇറങ്ങുന്നത്, വെട്ടാൻ ഇറങ്ങുന്നത് നമുക്ക്. അപ്പോൾ അങ്ങനെ രാവിലെ ഇറങ്ങുമ്പോൾ ആരും ഉണ്ടാവില്ല, ഒരു മനുഷ്യനും ഈ വഴിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടല്ലോ. അത് കുറച്ച് കഴിയുമ്പോൾ പിന്നെ 8 മണിയൊക്കെ ആകുമ്പോഴേക്കും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കുണ്ടാവും. അപ്പോൾ ഈ തോട്ടം വെട്ടുന്ന ആൾക്കാരാണ് തന്നെ അവർ 2 മണി രാത്രിക്ക് അവിടെ വന്ന് റബ്ബർ വെട്ടുന്നത്, ഈ തോട്ടം വെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ പുലിയെ കണ്ട ദൃശ്യത്തിൽ പതിഞ്ഞ അവർ ഈ 2 മണി രാത്രിക്ക് അവർ വന്ന് വെട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അവർക്കൊപ്പം ഭയമായി, പേടിയായി. ഇവിടെയൊക്കെ പശുവിനെ തീറ്റാനൊക്കെ കൊണ്ടുവരുന്ന പശുവൊക്കെ ഉണ്ട്, കൊണ്ടുവരാറുണ്ട്. പശു, ആട് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉള്ള സ്ഥലമാണ് ഇവിടെ. കടുവയും പുലിയൊക്കെ ഉള്ളപ്പോൾ സ്വാഭാവികമായിട്ട് അതിനും ഒരു ഭീഷണിയല്ലേ? അതിനും ഭീഷണിയാ, മൊത്തത്തിൽ ഭീഷണി. ഇപ്പം അവിടുന്ന് ഇപ്പം വെളിവാക്കിട്ട രണ്ട് പട്ടീനെ കൊണ്ടുപോയി. കഴിഞ്ഞ വർഷം നാണയനാണെങ്കിൽ ഒരു 3-4 പോത്തിനെ അവിടുന്ന് കടുവ പിടിച്ചുകൊണ്ട് പോയി. ഇങ്ങനെയൊക്കെ വാർത്തകളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇന്ന് കൊടുത്തിട്ടൊന്നും നമ്മൾ ആളോട് പറയാനോ എല്ലാവരോടും പറയും, നമ്മൾ കാര്യങ്ങൾ എല്ലാവരോടും പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട്. അവരാരും ഇതിനു വേണ്ടി ഒന്നും ശ്രമിക്കുന്നില്ല. അപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വന്നിട്ട് 2 ക്യാമറ വെച്ചു, അവിടെ 2 ക്യാമറ വെച്ചു. ഇന്നലെ അവർ കുറച്ചു നേരം കാവൽ കിടന്നു, ക്യാമറ വെച്ചു. അവർ തന്നെ ഇപ്പൊ അവരങ്ങ് പോയി. ഇനി രാത്രിയാകുമ്പോൾ അവർ വരുമായിരിക്കും. ഇത് എത്ര നാൾ അവർ തുടരും? അവർക്കൊരു പരിധിയില്ലേ? ഇപ്പൊ ഈ പുലിനെ കണ്ടപ്പോൾ തൊട്ട് ഞങ്ങൾക്കും ഭയമായി തുടങ്ങി. ഇതുവരെ ഒരു പുലിയുടെ സാന്നിധ്യം ഇവിടെ ഇല്ലായിരുന്നു. നമുക്കിതില്ലാണ്ട് പറ്റില്ല. ഇവിടെ റബ്ബർ മേഖലയാണ്, റബ്ബറും കശുമാവും ഉള്ളൂ. ഈ വെളുപ്പിനെയാണ് എല്ലാം. ഈ കശുവണ്ടി പറക്കാനാണെങ്കിലും നമ്മൾ വെളുപ്പിനെ പോകുള്ളൂ. നമുക്ക് വെയിലാകുന്നതിനപ്പുറം പറക്കി വീട്ടിലെത്താൻ പരമായിട്ട് നമ്മൾ നേരം വെളുപ്പിനെ ഇറക്കും. അതുപോലെ തന്നെ പുല്ലി എത്താൻ പോകുന്നൊരു ആടിനാണേലും പശുക്കാണെങ്കിലും പുല്ലി എത്താൻ പോകുന്നവർ എല്ലാം വെളുപ്പിനെ ഇറങ്ങിയാ പോകുന്നത്. വെളുപ്പിനെ ഇറങ്ങി പോകുമ്പോഴായിരിക്കും ഈ ആരും ഉണ്ടാവൂല. അപ്പം നേരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പെണ്ണുങ്ങളൊക്കെ നേരെ വന്നാലും ആരുടെ നേരെ വന്നാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് അവിടെ ഇതായിട്ട് നിൽക്കാന്നല്ലാണ്ട് ഒരു ഇതുമില്ല. അപ്പം ആനശല്യം, നേരത്തെ ആനശല്യം ഭയങ്കര ആനശല്യമായിരുന്നു ഇവിടെ. മൊത്തത്തിൽ ആനശല്യം കൂടുതലുള്ള സ്ഥലമായിരുന്നു. അപ്പം അവിടെ കുറച്ച് മതിൽ വന്നു, ആനമതിൽ പിന്നെ 2 കിലോമീറ്ററോട് അങ്ങോട്ട് നീട്ടാമെന്നൊക്കെ പറഞ്ഞ് അത് നീട്ടിയിട്ടില്ല. ഇപ്പം അത് കഴിഞ്ഞ് കുറച്ച് ഫെൻസിങ് ചെയ്തിട്ടുണ്ട് അങ്ങോട്ട്. ആ ഫെൻസിങ് വലിയ ശാശ്വതമൊന്നുമില്ല. കഴിഞ്ഞ വർഷം ഫെൻസിങ് അടിച്ച് പറിച്ചിട്ടാണ് ആന കയറി നിരങ്ങിയത്. മൊത്തം ഇവിടെ എല്ലാം കയറി നിരങ്ങുമായിരുന്നു. പേടിയാണ് ഇപ്പം, ഭയങ്കര പേടിയാണ്. അപ്പം പെണ്ണുങ്ങളെ എനിക്കിപ്പോൾ ഒറ്റയ്ക്ക് പറ്റില്ല. 10-300 മരം വെട്ടാണ്ടെങ്കിൽ ഞാൻ റബ്ബർ വെട്ട് കഴിയുമ്പോഴേക്കും എനിക്ക് എന്തെങ്കിലും ആഹാരം കൊണ്ട് പോകണമെങ്കിൽ രാവിലെ നമ്മൾക്കത് വെച്ചോണ്ട് പോകാൻ പറ്റില്ല. അപ്പം ഭാര്യയാണ് ഈ ഭക്ഷണവും ഒക്കെ കൊണ്ടിരുന്നത്, വെള്ളവും ഭക്ഷണമൊക്കെ ആയിട്ട് ഭാര്യയാണ് വരുന്നത്. അപ്പോൾ അവളും പറയുന്നത് ഇപ്പം എനിക്ക് വരാൻ പറ്റില്ല, പേടിയായി, ഇനിയിപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്, അവിടെ എങ്ങാനും പമ്മി ഇരുന്നാൽ ഞാൻ എന്നായും, ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പം നമുക്കൊരു വേറെ ആളെ കൂട്ടിക്കൊണ്ട് വരാനില്ലല്ലോ. അപ്പം അങ്ങനെയാകുമ്പോൾ പിള്ളേരെ പഠിക്കുന്ന പിള്ളേരല്ലേ. അപ്പം അങ്ങനെയാകുമ്പോൾ അതൊരു വലിയൊരു ഭയത്തിലാണ് നമ്മളിപ്പം. എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണമല്ലേ? എത്രയും പെട്ടെന്ന് ശാശ്വതപരമായ ഒരു പരിഹാരം. അല്ലാണ്ട് നമ്മളിവിടെ ക്യാമറ വെച്ചു, 2 കൂട് വെച്ചു, ഇതിന് ഓരോന്നിനും ഈ പുലി ഇവിടെ ഇല്ലാത്ത സാധനമായിരുന്നു ഇവിടെ. ഇതിനും പുലിയുടെ സാന്നിധ്യം ഇല്ല. കടുവയുണ്ടായിരുന്നു, കടുവനെ നമ്മളിവിടെ കൂട് വെച്ച് പിടിക്കുകയും ഒക്കെ ചെയ്തിട്ട് കടുവയുടെ സാന്നിധ്യമായിരുന്നു നേരത്തെ. ഇപ്പോൾ പുലിയുടെ സാന്നിധ്യം വന്നു. വയനാട്ടിൽ നിന്ന് പിടിക്കുന്നതിന് ഇവിടെ കൊണ്ടുവിടും, ഇവിടുന്ന് പിടിക്കുന്നതിന് അവിടെ കൊണ്ടുവിടും. അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവിട്ടിട്ട് വല്ല ശാശ്വതമായ പരിഹാരമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ കൃഷിപ്പണിയേ ഉള്ളൂ. കൃഷിപ്പണി എടുത്ത് ജീവിക്കാതിരിക്കാൻ പറ്റില്ല. നമ്മളിനി എല്ലാം മരിച്ചാലും നമ്മൾ റബ്ബർ വെട്ട് നമുക്ക് വെട്ടാതിരിക്കാൻ പറ്റില്ല. ആ വരെ 3 മാസം നമുക്ക് റബ്ബർ വെട്ട് കിട്ടുള്ളൂ. 3-4 മാസം, 6 മാസം മഴയാണ്, 6 മാസം പിന്നെ മഴയാണ്. 3-4 മാസം നമുക്ക് പാല് കിട്ടുന്നു, റബ്ബർ വെട്ടുള്ളൂ. ആ സമയത്ത് നമ്മൾ റബ്ബർ വെട്ടാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അതിൻ്റെ മാർഗം കണ്ടെത്തി തരണം. ഇതൊരു മാർഗവും ആരും കണ്ടെത്തിരുന്നില്ല. അവർ പറയുന്ന അവരെല്ലാം കാലി മറത്തുന്നു, അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അവരൊന്നും ചെയ്യുകയില്ല. ഈ പറഞ്ഞ ഇതൊക്കെ ഇതുപോലെ കാട് പിടിച്ച് കിടക്കുന്നതായിരിക്കും. ഇതെല്ലാം കാട് പിടിച്ച് കിടക്കുന്നത്. ഇതൊരു എസ്റ്റേറ്റാ, പള്ളിവാതക്കൽ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ എസ്റ്റേറ്റാ. അപ്പം പുള്ളിക്ക് കുറേ സ്ഥലമുണ്ട്, മൊത്തത്തിൽ കുറേ സ്ഥലങ്ങളല്ല. അപ്പം എല്ലാ സ്ഥലങ്ങളൊന്നും പുള്ളിക്ക് വെക്കാൻ പറ്റാത്തതുകൊണ്ട് കുറേ സ്ഥലങ്ങൾ കാട് പിടിച്ച് ഇങ്ങനെ കിടക്കുക. നമ്മളീ പോകുന്ന വഴിക്ക് നമുക്ക് അവിടെ 2 ഏക്കർ ഉണ്ട്, 1 ഏക്കർ ഉള്ളവരുണ്ട്, 2 ഏക്കർ ഉള്ളവരുണ്ട്, സാധാരണക്കാരും ഉണ്ട്. ഈ പുള്ളിയുടെ കുറേ സ്ഥലങ്ങളുണ്ട്. ഈ സ്ഥലങ്ങളുള്ളവർക്ക് അവർക്ക് ഇത് മൊത്തം പയക്കാനും എടുക്കാനൊന്നും അവർക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് അവർ കുറേ പയക്കൂല. ഇങ്ങനെ ഈ പാട്ടം എടുക്കുന്നവരും റബ്ബർ ഉള്ളവരൊക്കെ ഇങ്ങനെ ബൈക്ക് ഇടുന്നല്ല. പിന്നെ കശുമാനാകുമ്പോൾ കശുമാൻ തോട്ടം ബൈക്കലൊക്കെ ഉള്ളൂ.
അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇതിന്റെ നമ്മളിങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇങ്ങനെ ഇതുപോലെ കാടുകളുണ്ട്. തൊട്ടപ്പുറം നിന്നാലും ഇവിടെ നിന്നാൽ ഇങ്ങോട്ട് ചാടി വന്നാൽ എന്നെ ചെയ്യാൻ പറ്റും. നമ്മളവിടെ നിൽക്കുക ചാകുക എന്നല്ലാണ്ട് ഒരു രക്ഷയില്ല. എങ്ങോട്ട് ഓടും? ഓടാൻ സ്ഥലം വേണ്ടേ? അങ്ങോട്ട് ഓടിയാലും എങ്ങോട്ട് ഓടി ഇതിനെ ഓടിയിട്ടും കാര്യമില്ല. പിടിച്ചത് തന്നെയാണ്. ഇപ്പം ഇതെവിടുന്ന് വന്ന പുലിയാണെന്നോ എവിടുന്ന് എങ്ങനെ വന്ന പുലിയാണെന്നോ നമുക്കറിയത്തില്ല. ഇതിപ്പോൾ എവിടെയെങ്കിലും നരപൂജിയാണോ മനുഷ്യനെ പിടിക്കുന്നതാണോ നമുക്കറിയത്തില്ല. അപ്പം അങ്ങനെയുള്ള സാഹചര്യമാണ്. അപ്പം നമുക്കൊരു ശാശ്വതമായ ഒരു പരിഹാരം ഇതിന് കിട്ടണം. അല്ലാണ്ട് നമുക്ക് നമ്മുടെ ഈ കർഷകരെ പോലുള്ളവർക്ക് ജീവിക്കാനുള്ള മാർഗ്ഗമില്ല. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ ഇവിടെ ക്യാമറ ട്രാപ്പൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രദേശത്തൊക്കെ ഇവിടെയൊക്കെ പുലിയുടെ കാൽപ്പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഒരു രാത്രി സെക്യൂരിറ്റി അവർ കാവൽ നിൽക്കുന്നുണ്ടെന്ന് തീ എത്തിച്ച പാടുകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇതാണ് ഈ പ്രദേശത്തിലെ ഒരു അവസ്ഥ കേട്ടോ. അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് അനൂപാണ്. ഇതിപ്പോൾ അവിടെ CCTV ക്യാമറയിൽ പുലിനെ കുടുങ്ങിയിരിക്കുകയാണ്. അത് പുലിയാന്ന് സ്ഥിരീകരിച്ചല്ലോ അല്ലേ? പുലിയെ സ്ഥിരീകരിച്ചു. ഓൾറെഡി അവർ ക്യാമറ കുടുങ്ങിയേക്കുന്നതാണ്. അത് കുറച്ചുപേർ വന്ന് സ്ഥിരീകരിച്ചു, പഞ്ചായത്ത് വന്ന് സ്ഥിരീകരിച്ചു. അപ്പം അത് അവർ 2 ദിവസത്തേക്ക് നിരീക്ഷണമൊക്കെ നടത്താമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ബാക്കി കാര്യങ്ങളതിനെക്കുറിച്ച് നടപടികളെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. കണ്ടു കഴിഞ്ഞാൽ കൂട് വെക്കാം എന്നൊക്കെയാണ് പറയുന്നത്. ഒരു നൈറ്റ് ഷിഫ്റ്റായിട്ട് നിൽക്കാമെന്നാണ് പഞ്ചായത്തിന് ഉറപ്പ് കൊടുത്തേക്കുന്നത്. അപ്പോൾ പഞ്ചായത്ത് അത് അനുസരിച്ച് എല്ലാവർക്കും നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. പ്രദേശത്ത് ഇങ്ങനെ ഈ പുലിയുടെ ഇത് പ്രശ്നമുള്ളതല്ലേ? പുലിയുടെ സാന്നിധ്യം ഉള്ളതാണ്. പുലിയുടെ സാന്നിധ്യം ഉള്ളതെന്ന് വെച്ചാൽ ഈ പള്ളവതി കിട്ടാൻ്റെ 2 ആടോ പട്ടി പിന്നെ ഇവിടുന്ന് 2-3 ആടിനെയൊക്കെ പിടിച്ചോണ്ട്. പക്ഷെ അതൊന്നും തെളിവുകളില്ല. അത് കുറച്ചായിട്ട് ക്യാമറ വെച്ചിട്ട് പോലും കിട്ടാത്തതുകൊണ്ട് അത് പുലിയാണോ വേറുന്നതാണോ എന്നും അറിയാത്തതുകൊണ്ട് അതിനൊക്കെ എഴുതി തള്ളി വിടുകയാണ് ചെയ്തത്. അതേപോലെ ഞാൻ ഒരു 2 ദിവസം മുമ്പേ നമ്മുടെ ടാപ്പ് ചെയ്യാൻ പോയ സമയത്ത് നമ്മുടെ ടൈപ്പ് ചെയ്യാൻ ഞാൻ സ്വന്തം ടൈപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ സ്വന്തം ടൈപ്പ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഒരു 4 മണിയൊക്കെ ആയ സമയത്തും കട്ടുവയുടെ 2-3 കാർച്ചയും ബഹളച്ചയും എല്ലാം കൂടെ ഞാൻ തൊട്ടടുത്തുനിന്ന് നമ്മുടെ അടുത്തുനിന്ന് ഇരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ മലാൻ്റെ കാർച്ചയും കൂവിച്ചെല്ലാം കൂടെ. അപ്പം ഇപ്പൊ ഇതിന്റെ സാന്നിധ്യം ഭയങ്കരമായിട്ട് കൂടി വരുന്നുണ്ട്. ഈ ഭാഗത്ത് ഈ ഭാഗത്ത് തന്നെ ഇതൊക്കെ ഇവിടെയൊക്കെ ടാപ്പ് ചെയ്യുന്നതാണ്. ഇവിടെ ടാപ്പ് ചെയ്യുന്നതാണ്. അതിന്റെ താഴെ ഭാഗത്തുനിന്ന് ഒരു 4 മണി ആയതേ ഉള്ളൂ. 4 മണി ആയ സമയത്താണ് കാർച്ച്. ഞാൻ വിചാരിച്ചിട്ട് നമ്മുടെ അടുത്തേക്ക് പറന്നെത്തി എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയും കിട്ടില്ല. കുറച്ച് സമയം നോക്കി നിന്നു. അപ്പം തൊട്ടപ്പുറത്ത് വേറെ ആളുകൊണ്ട് ടൈപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം പുള്ളിയും കേട്ടിട്ട് പുള്ളിയും രണ്ടുപേരും കേട്ടു അന്തിച്ച് നിൽക്കുക ചെയ്തേ. അപ്പം എന്താ സംഭവം എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു കടുവയുടെ ആണെന്ന് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു. കടുവയായിരിക്കും, അല്ല ഈ സമയത്ത് എങ്ങനെ കാറാൻ ചാൻസില്ല. മുരളിച്ച് മലാനെ പിടിക്കലും ഒരേപോലെ മലാനെ പിടിച്ചെന്ന് തോന്നി. മലാനും കാറി കൂവി പൊളിച്ച് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. കണ്ടില്ല, സൗണ്ടാണ് കേട്ടത്. അങ്ങനെ ചോരപ്പാടോ അങ്ങനെ എന്തെങ്കിലും ഒന്നും അങ്ങനെ ഉണ്ടായി. ഒന്നെങ്കിൽ കുറച്ചങ്ങോട്ട് മാറിയിട്ടൊക്കെ ആയിരിക്കണം. നിങ്ങളും ഭയങ്കര റിസ്ക് എടുത്തണം. നമ്മളും ഈ പ്രദേശത്തും ഇതെന്ന് വെച്ചാൽ ഈ ഫോറസ്റ്റിന്റെ അടുത്തായതുകൊണ്ട് നമ്മളെല്ലാം റിസ്ക് എടുത്തിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് മുഴുവൻ ആൾക്കാരും. അപ്പം നമ്മൾ ഇതിന് മുമ്പേ ഒരു 2-3 വർഷം മുമ്പേ ഇത് കരിങ്കാപ്പ് ടൗൺ തൊട്ട് വടത്തുപാറ ആ ഭാഗത്തൊരു കടുവേനെ പിടിച്ചതാണ്. ഒരു 2 കൊല്ലം ആയെന്ന് തോന്നുന്നു. ഏകദേശം 2-3 കൊല്ലമായി കാണും മെലിഞ്ഞ കടുവ. അതൊരു അസുഖമായിട്ട് വന്നെന്നൊക്കെ പറയുന്നത്. പിടിച്ചു കെട്ടി നാട്ടുകാരെ അത് വമ്പം പ്രതിഷേധമൊക്കെ ഉണ്ടായി. പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലേക്കൊക്കെ വന്നു. അങ്ങനെ കടുവേനെ കൂട് വെച്ച് പിടിച്ച് കൊണ്ടുപോയത് ലാസ്റ്റ്. അപ്പോൾ ഇത് നിലവിൽ പിടിക്കാനുള്ള സാഹചര്യത്തിലൊന്നും വന്നിട്ടില്ല. ജസ്റ്റ് അതിൽ വന്ന് പോയതാന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ നിയമ നടപടികൾ അനുസരിച്ച് ബാക്കി കാര്യങ്ങൾ. കാട്ടുപന്നിയുടെ ശല്യം അല്ലാണ്ടുണ്ട്. കാട്ടുപന്നികളുടെ ശല്യം ഭയങ്കരമായിട്ടുണ്ട്. കാട്ടുപന്നികളും നമ്മളത് ടാപ്പ് ചെയ്യുന്നവരും മറ്റ് അതുമായിരിക്കും ഈ കടുവയെല്ലാം കൂടെ ഇങ്ങോട്ട് അതൊക്കെ ആയിരിക്കണം തീർച്ചയായിട്ടും വരാൻ ചാൻസ് ഉള്ളത്. പിന്നെ ഇവിടെ ഒത്തിരി പേര് പശുവിനെയൊക്കെ വളർത്തുന്നവരുണ്ടോ? പശുവിനെ വളർത്തുന്ന ഒത്തിരി പേരുണ്ട്. അത്യാവശ്യം പേരുണ്ട്. ഭീഷണിയാണല്ലോ. എല്ലാത്തിനും ഭീഷണി. ആടുണ്ട്, പട്ടിയുണ്ട്, കന്നുകാലികളുണ്ട്, ഫാമായിട്ട് നടത്തുന്നവർ അപ്പുറത്ത് താഴെയുണ്ട്. അവർക്കെല്ലാം ഭീഷണിയാണ്. ഇപ്പം ആ CCTV കാണിച്ച ആ ഒരു പറമ്പാണേലും അവിടെ ആണേലും ടാപ്പ് ചെയ്യുന്നതല്ലേ ആളുകൾ? അവിടെ ടാപ്പ് ചെയ്യുന്നത്. അവിടെ 2-3 പേര് ടാപ്പ് ചെയ്യുന്നതാണ്. അവിടെ അങ്ങനെ ഒരു ക്യാമറ വെക്കാൻ കാരണം എന്താ? ഇങ്ങനെ വന്യജീവികളുടെ പ്രശ്നം തോന്നിയിട്ടാണോ? തീർച്ചയായിട്ടും. അത് അവർ 2 മണിയാകുമ്പോഴേക്ക് പോയി. അതിൻ്റെ കുറഞ്ഞത് എനിക്ക് തോന്നുന്നു ഒരു 10 ഏക്കറങ്ങാണ്ട് റബ്ബർ തോട്ടമാണ്. അപ്പം ഫോറസ്റ്റിൻ്റെ അതിർത്തിയാണ് ചുറ്റും. അപ്പം അത്രയും വെളുപ്പിന് 2 മണിക്കൊക്കെ വന്ന് വെട്ടുന്നത് കൊണ്ട് അവർ രാവിലെ ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് വരുന്നത് വെട്ടുന്നത്. അപ്പം പുലിയുടെ സാന്നിധ്യമുള്ള സ്ഥലം ആയതുകൊണ്ട് അറിഞ്ഞിട്ട് വെട്ടാൻ വേണ്ടിയാണ് അവരങ്ങനെ വെച്ചേക്കുന്നത്. അപ്പോൾ അവർക്ക് ആ ക്യാമറയിൽ തന്നെ എന്തോ സിഗ്നൽ കിട്ടുന്ന പറഞ്ഞ കേട്ടെ. സെൻസർ ഉണ്ട് പാസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫോണിലേക്ക് എൻ്റെ ഇത് കിട്ടുമെന്ന് അവർ പറഞ്ഞേക്കുന്നത്. അപ്പം മനുഷ്യർ ഒരു നിവൃത്തിയില്ലാതെ വരുമ്പോൾ ഇങ്ങനെയുള്ള ഓരോ സംവിധാനങ്ങൾ ചെയ്യുക അല്ലേ? അതെ തീർച്ചയായിട്ടും. എന്നെ ചെയ്യാനാ, ജീവിക്കാൻ വേണ്ടി ഇങ്ങനെ നെട്ടോട്ട് ഓടുവാണ്. അതിൻ്റെ ഇടയ്ക്ക് കാട്ടുമൃഗങ്ങളുടെ ശല്യങ്ങൾ അങ്ങനെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളവർക്ക് ഇട്ടിട്ട് പോകാനും പറ്റിയല്ല. ഇട്ടിട്ട് പോയ ആളുകളുടെ പറമ്പ് ഇങ്ങനെ ഇട്ടിട്ട് പോയ ആൾക്കാരൊക്കെ ഒരു 10-40 ആൾക്കാരുണ്ട്. ഒരു 10
20 വർഷം മുമ്പ്, അതായത് കരിങ്കാപ്പ് ഈ രാമച്ചി ഭാഗത്തുനിന്ന് ഞങ്ങൾ കുറഞ്ഞൊരു 10-50 ആൾക്കാർ കുറഞ്ഞത് പോയിട്ടുണ്ട്. അവർ പറമ്പിലിട്ടിട്ട് പോയി. പിന്നെ അവരുടെ പറമ്പ് തന്നെ കാടായിട്ട് മാറി. പിന്നെ കൃഷിയിടങ്ങളിൽ കണ്ടുമാനം കിട്ടാനുമില്ല. അങ്ങനെ കിട്ടാനില്ലാത്തത് പിന്നെ പൈസ എക്സ്ട്രാ മടക്കിയത് കളയാനില്ലാത്തതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് കാടെല്ലാം ആയി കിടന്ന് ഇങ്ങനെ നശിച്ചു പോകുന്നതെന്ന് തോന്നുന്നത്. അതിൻ്റെ വേറെയുണ്ട്. ഈ കാട് കളിക്കാനുള്ള എന്തെങ്കിലും നടപടി പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുമോ? ഓൾറെഡി പഞ്ചായത്ത് പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നിർബന്ധമായിട്ട് കാട് വെട്ടി തെളിക്കുകയാണ്. അതാണ് ഒരു ഭീഷണി എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇപ്പോൾ ഭീഷണി എന്ന് പറഞ്ഞാൽ പോലും ജനങ്ങൾ എല്ലായിടത്തും തെളിക്കുക. ആരെങ്കിലും പൈസ എന്തെങ്കിലും വേണ്ടേ? അതിനൊരു പരിഹാരം, അതിനൊരു പരിഹാരം ആരും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കൃഷിന്നൊന്നും ചെയ്യാൻ പറ്റുന്നില്ലാത്തതുകൊണ്ട് വിഷമമാണ്. അതായത് അത് ശാന്തിഗിരി ഭാഗത്തും കണ്ട് ഇറങ്ങി വരുവാന്ന് തോന്നുന്നു. ശാന്തിഗിരി യക്ഷിക്കോട്ട ഭാഗത്ത് നിന്ന് ഇറങ്ങി വന്ന് മോള് ശാന്തിഗിരി യക്ഷിക്കോട്ടയാണ് അങ്ങനെ പറയുന്നത്. കരിങ്കാപ്പിന്റെ യക്ഷിക്കോട്ട എന്നാണ് പറയുന്നത്. അതെല്ലാം ഫോറസ്റ്റിന്റെ ഭാഗങ്ങളാണ്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വന്ന് നേരെ രാവിലെ പോയേക്കുന്നത് തോട് വഴി അവിടെ ഇട്ടാൻ പള്ളിവാതിക്കും ഫോറസ്റ്റ് ഉണ്ട്. അതെല്ലാം ആ വഴി അങ്ങോട്ടാണ് പോയേക്കുന്നത്. അവിടെയെല്ലാം മാന്തിയപ്പാട് അവർ ചെക്ക് ചെയ്തെന്ന് പറയാം. മാന്തിയപ്പാടും കടന്ന പാടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേക്കുന്നത്. അങ്ങോട്ടാണ് പോയേക്കുന്നത്. ഇപ്പോൾ രാമച്ചിക്കാണോ പോയേക്കുന്നത് എങ്ങോട്ടാണ് പോയേക്കുന്നതെന്നും അറിയത്തില്ല. സ്ഥിരീകരിച്ചില്ല. പിന്നെ കറങ്ങി തിരിഞ്ഞ് ഇങ്ങോട്ട് തന്നെ വരുമോന്നും അറിയത്തില്ല. കാരണം മൃഗങ്ങളുടെ ശല്യം കൂടുതലുള്ളതും കൊണ്ട്, മറ്റേ ഇതിനെ വേട്ടയാടി പിടിക്കുന്ന മൃഗങ്ങൾ കൂടുതൽ ഇവിടെ ഉള്ളതും കൊണ്ടും മരാനും പന്നി ഉള്ളതും കൊണ്ട് തിരിച്ചിങ്ങോട്ട് റിട്ടേൺ വരുമോന്നും അറിയത്തില്ല. പിന്നെ ഇതിനകത്ത് എണ ചേരുന്ന സമയമായതുകൊണ്ട് നിങ്ങൾ കണ്ടമാനം അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട് എൻ്റെ കൂട്ടിനെ തേടി. ഇവിടുന്ന് കുറച്ചപ്പുറമല്ല ഇന്നാളെ ഒരു കടുവയെ കണ്ടെന്ന് പറഞ്ഞൊരു തൊഴുത്തിൻ്റെ അടുത്തൊക്കെ ആയിട്ട്. അത് നമ്മുടെ പൊയ്യമല ഭാഗത്തുനിന്നാണ് കണ്ടേക്കുന്നത്. അവിടെയും കുറേ കൂടൊക്കെ വെച്ച് കുറേ നോക്കി ഒന്നും കണ്ടില്ല. അത് പോയി എന്നാണ് പറഞ്ഞത്. അവർക്കും ഒരു മാസത്തേക്കും ഭീഷണിയായിരുന്നു. നാട്ടുകാർക്ക് മുഴുവനും ഒന്നും ചെയ്യാൻ പറ്റാത്ത ടാപ്പ് ചെയ്യാനോ പുല്ലിന് പോകാനോ കന്നുകാലിയുള്ളവർക്ക് അവർക്കും ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. കണ്ടമാനമുണ്ട്. എനിക്ക് തോന്നി ഇത് ഇങ്ങനെ ഇത്രയും ഇവിടെ പെരുകാൻ കാരണം വെച്ചെന്ന് വേറെ സ്ഥലത്ത് നിന്ന് പിടിച്ച് കൊണ്ടു വിടുന്നതാണോ എന്നറിയില്ല. അതുപോലെ ഇങ്ങനെ കരടിയായിട്ടും കരടി ഒരു സമയത്തും കണ്ട് പൊയ്മല ഭാഗത്ത് അങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ വാർത്തകളുണ്ടായിരുന്നു. കണ്ടുവന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. ഇത്തരം ജീവികളൊന്നും ചേട്ടനൊക്കെ എത്ര വർഷമായിട്ട് ഇവിടെ ഉള്ളവരാ? ഞാൻ ചെറുപ്പം തൊട്ടുള്ള. എത്ര വർഷമായത് ഇങ്ങനെ ഇത്രയും വന്യജീവി പ്രശ്നം? ഇത്രയും വന്യജീവി കൂടി വന്ന ഒരു 10 വർഷത്തിൽ താഴെ ആയിട്ടുള്ളൂ. അതിൽ കൂടുതൽ ഇങ്ങനെ ഒരു കേസില്ലായിരുന്നു. ആദ്യമേ ആനയുടെ ശല്യമായിരുന്നു. ആനയുടെ ശല്യം മതിൽ വന്നപാടെ ആനമതിൽ വന്നപാടെ അത് വലിയൊരു സഹായമാണ്. അത് നമുക്ക് കുറവ് ഉപകാരപ്പെട്ടു. ആനമതിൽ ഇല്ലാതിരുന്നപ്പോൾ ഇവിടെ എല്ലാം ആന കയറിക്കൊണ്ടിരുന്ന ഇവിടം വരെ ഈ മിറ്റം വരെ ആന വന്നുകൊണ്ടിരുന്നായിരുന്നു. നമ്മുടെ തെങ്ങ് തൊട്ടടുത്ത് തെങ്ങ് ഇവിടെ എല്ലാം ആന കയറിക്കൊണ്ടിരുന്നത്. ഇതിലേ കയറി ഒരു പ്രാവശ്യം ആന കയറിയിട്ട് കരിങ്കാപ്പ് ടൗണിലോട്ട് ഓടിയതായിരുന്നു. എത്ര വർഷമായി ഇപ്പം ഈ ആനമതിൽ പണിത് കഴിഞ്ഞിട്ട്? ആനമതിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ആ സർക്കാർ പണിതാണ്. അപ്പം 10 വർഷം ഏകദേശമായി കാണും. 10 വർഷം ഉമ്മൻചാണ്ടി 10 വർഷമായിട്ട് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ല? 10 വർഷമായിട്ട് ഈ ആനയുടെ ശല്യമൊന്നും സംഭവമില്ല. പിന്നെ ആന ശല്യമുണ്ട്. ഈ മതിൽ തീരുന്നത് എൻ്റെ ഇവിടുന്ന് ഒരു 100-400 മീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മതിൽ തീരുവാണ്. അന്നേരം ഫെൻസിങ് ഇല്ലായിരുന്നു. ആ ഫെൻസിങ് ഇല്ലാത്ത സമയത്ത് ആന കയറി ഇങ്ങോട്ട് റിട്ടേൺ വരുമായിരുന്നു. അങ്ങനെ പിന്നെ ആനയ്ക്ക് തിരിച്ചു പോകാനും അറിയത്തില്ല. ഇത്രയും ദൂരം വന്നു കഴിഞ്ഞാൽ 1 കിലോമീറ്റർ അടുത്തും കണ്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടുന്ന് തിരിച്ചൊന്നും റിട്ടേൺ പോകാൻ അറിയത്തില്ല. ഒരു പ്രാവശ്യം വന്നിട്ട് ഒരു വെളുപ്പിന് ഒരു 8 മണിയായപ്പോൾ ആന വന്നു. എന്നാ ചെയ്യണത് ആനയ്ക്കും അറിയത്തില്ല. പിന്നെ പോസ്റ്ററെ വിളിച്ച് പടക്കം പൊട്ടിച്ചു. ആന നമ്മൾ ടാപ്പ് ചെയ്യുന്ന സമയം പാലെടുക്കുന്ന സമയം അങ്ങനെ ആ പടം ബുദ്ധിമുട്ടായ ഒരു സമയമായിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഒത്തിരി പ്രതിഷേധങ്ങളും നടത്തിയതിന് ശേഷമാണ് ഫെൻസിങ് വന്നത്. പക്ഷെ ഇതുവരെ ആനമതിൽ നീർത്ത് അങ്ങോട്ട് തീട്ടി കൊടുക്കുമായിരുന്നെങ്കിൽ ഇത്രയും ഫെൻസിങ് വന്നിട്ടുണ്ട്. ഫെൻസിങ് അപ്പം വന്നിട്ടുണ്ട്. നിലവിൽ ഡബിൾ ഫെൻസിങ് ഇട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഒരു ശാശ്വതമല്ല. ശാശ്വതം എന്ന് വെച്ചാൽ ഈ ചപ്പ് വള്ളികളല്ലെങ്കിൽ ഇങ്ങനെ വള്ളികളെല്ലാം കയറി കുടുങ്ങി ഷോർട്ടായി ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ അതിനും ആനമതിലാണ് സൂപ്പറായിരുന്നു. ഇപ്പം എന്താ ഇനിയിപ്പോൾ കൂട് വെക്കുന്ന കാര്യം അവരെന്താ പറഞ്ഞെന്താ? ഇനിയും ക്യാമറ കിട്ടുവാണെങ്കിൽ കൂട് വെക്കുകയാണെങ്കിൽ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ആർക്ക് എന്തെങ്കിലും നാശനഷ്ടം വന്നു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് ഇപ്പോൾ എവിടെ എന്താണെന്ന് വെച്ചിട്ട് കൂട് വെക്കാൻ പറ്റൂല എന്നാരും പറഞ്ഞത്. പാസ് ചെയ്ത് പോയതായതുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത്. അടുത്ത എന്തെങ്കിലും നമ്മളെ ഒരു ഭീഷണികളായി വന്നു കഴിഞ്ഞാൽ, പക്ഷെ ഭീഷണി വരെ വന്ന് നോക്കിയിരുന്നാലും പണിയാണ്. ഇപ്പൊ ഒരാൾ പിടിച്ച് കൊന്നിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തതിന് ഒരു അർത്ഥമില്ല. ഇതിപ്പോ ചത്തിട്ട് കേസ് എടുക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പഴഞ്ചൊല്ലില്ലേ. ജനങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കണമെന്ന് ഞാൻ പറയുന്നത്. ഫോറസ്റ്റിനാണേലും നമ്മളേതായാലും രാമച്ചി ഭാഗത്തുനിന്ന് നേരെ ആറളം പ്രദേശത്തേക്ക് വന്നു. അവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ മാറിയിട്ടുള്ള പ്രദേശത്താണ് നിൽക്കുന്നത്. ഈ പ്രദേശമൊക്കെ നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയായിരിക്കും. നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകൾ അറിയായിരിക്കും. നമ്മൾ കുറച്ച് നാൾ മുന്നേ ഒരു ഷൈനി എന്ന് പറഞ്ഞ ചേച്ചിയുടെ വീഡിയോ ഒക്കെ എടുത്ത് ആ ചേച്ചി ആനയുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു പ്രദേശമാണിത്. ആനമതിലിൻ്റെ പണി അന്ന് ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിരുന്നു. ഇവിടം വരെ ആയിരുന്നു അന്ന് ആനമതിലിൻ്റെ പണി. ഇവിടെ വെച്ച് അന്ന് സ്റ്റോപ്പായി അല്ലെങ്കിൽ സ്റ്റേ വന്ന് കിടക്കുമായിരുന്നു. ഏതായാലും ഇപ്പോൾ സ്റ്റേ ഒക്കെ മാറി അതിൻ്റെ പണി പുനരാരംഭിച്ചിട്ടുണ്ട്. ആ പുനരാരംഭിച്ച ഇതാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നമ്മുടെ ഇവിടുത്തെ ആളുകളൊക്കെ ഉണ്ട്. നമ്മുടെ ബാലൻചേട്ടനൊക്കെ ഉണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം കേട്ടോ. ഇപ്പം എങ്ങനെയുണ്ട് ഇതിൻ്റെ പണി എവിടം വരെയായി? ഏകദേശം പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം ഇപ്പോൾ പണി തുടങ്ങിയിട്ട് 1 മാസത്തോളമായി. 1 മാസമേ തുടങ്ങിയിട്ടില്ല? തുടങ്ങിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ ഭയങ്കര ഇതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടു. അതെ.
കഴിഞ്ഞ സ്റ്റേ മാറിയില്ലേ സംഭവം? സ്റ്റേ മാറി ഇപ്പൊ എന്താ പുതിയ കോൺട്രാക്ടാ ചെയ്യുന്നത്? അതെ അതെ അതെ. അപ്പൊ ഇതെങ്ങനെ ഇപ്പൊ പഴയത് പണിത് അതേ രീതിയിൽ തന്നെയാണോ ഇതിപ്പോ? പഴയതിന് ചെറിയൊരു മറ്റേ വ്യത്യാസം വന്നിട്ടുണ്ട്. കാരണം അതിന് പൊക്കം കുറവാണ്. അതിനെക്കാട്ടും കുറച്ച് മെച്ചപ്പെട്ട രീതിയിൽ ഇത് ചെയ്യുന്നുണ്ട്. ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. പക്ഷെ അതും ഹൈറ്റ് കൂടാൻ വേണ്ടിയിട്ട് നമ്മള് പിന്നെ ബഹുമാനപ്പെട്ട കോടതിയെ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളത് ഇവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയായിട്ട് മുന്നോട്ട് തന്നെ പോകും. അപ്പോൾ ഇത് എങ്ങനെയാ ഇതിപ്പോ എത്ര ദൂരം എത്തി ഇപ്പോൾ ഏകദേശം പണി? ദൂരം ഏകദേശം ഒരു 1.5 കിലോമീറ്ററിന്റെ അടുത്തായിട്ടുണ്ട്. ഓഹോ, നല്ല സ്പീഡിൽ തന്നെയാണ് പോകുന്നുണ്ട്. പഴയതിനെക്കാട്ടും വൃത്തിയായിട്ടാണ് ചെയ്യുന്നത്. നല്ല. ഇത് എവിടെയുള്ള ആളുകളാണ് ഇത് ചെയ്യുന്നത് കൺസ്ട്രക്ഷൻ? ഇത് പിന്നെ വയനാടുകാരല്ലേ. കൃത്യമായിട്ട് അവരെ പേര് അറിയില്ല. ഇത് ആളുകൾ ഇത് ചെയ്യുന്നതൊക്കെ ആരെങ്കിലും മോണിറ്റർ ചെയ്യുന്നുണ്ടോ? അങ്ങനെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ പിന്നെ ടാക്സ് ഫോഴ്സിന്റെ അംഗങ്ങൾ തന്നെ വന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് ടാസ്ക് ഫോഴ്സിന്റെ മേൽനോട്ടം നോക്കുന്നുണ്ട്. ചേട്ടനൊക്കെ എൻ്റെ ആളാണ്. അതെ. അതിനുശേഷം ഈ ഭാഗത്തേക്ക് ആന ഇറങ്ങുന്ന എല്ലാ സംഭവം? ആന ഇറങ്ങുന്നുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും ആന ഇതിന്റെ അകത്താണല്ലോ. അപ്പൊ നമുക്കത് പെട്ടെന്ന് ഇതിന്റെ ഭവിഷ്യത്ത് നമുക്കറിയാലോ. കഴിഞ്ഞ 10-15 വർഷമായിട്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഇപ്പൊ ഈ കറണ്ട് ഉണ്ടാവുമോ? ഇത് നൈറ്റ് ഇത് പിന്നെ കറണ്ട് കൊടുക്കുന്നുണ്ട് അവര്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പിന്നെ അവിടെ ഇവിടെയും പോയതായിട്ട് കാണുന്നതെല്ലാം അവര് റിപ്പയർ ചെയ്യുന്നുണ്ട്. അവര് വിവരം അറിയിക്കുന്നുണ്ട്. ഏതായാലും ഇതിപ്പോ ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഇതിന്റെ ഇടയ്ക്കൂടെ ആന കയറിയാലായിരിക്കും അല്ലേ? കമ്പി ഉള്ളതുകൊണ്ട്. ഇല്ലെങ്കിൽ ഇത് സ്ഥിരം ആന ഇറങ്ങിക്കൊണ്ടിരുന്ന വഴിയല്ലേ? ഈ വഴി കൂടെ ഒക്കെ ഇറങ്ങിയാണ് മുകളിലേക്ക് പോയിക്കൊണ്ടിരുന്ന ആന. അപ്പോൾ ആന മുതൽ നല്ല തകൃതിയായിട്ട് തന്നെ ഇവിടെ പണിയുന്നുണ്ട് കേട്ടോ. നല്ല വൃത്തിക്ക് തന്നെയാണ് പണിയുന്നത് കണ്ടിട്ട് തോന്നുന്നു. എന്തായാലും കുറച്ച് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു സന്തോഷമായിട്ടുണ്ട് ഇപ്പോൾ. അതെ. ഇതൊന്ന് പണി പൂർത്തിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനമാവുള്ളൂ അല്ലേ? അതെ, സമാധാനമാവുള്ളൂ. ഇതിങ്ങനെയല്ല പോകുന്നല്ലേ? അതെ. ചേച്ചി ഇപ്പൊ ആനമതിലിന്റെ പണിയൊക്കെ തുടങ്ങിയില്ലേ? കുഴപ്പമില്ല. സന്തോഷമായോ? ഇഷ്ടായി. അല്ലേ? ഇപ്പൊ ആന ഈ ഭാഗത്തേക്ക് അടുത്ത് വല്ലതും വന്നായിരുന്നോ? ഇങ്ങനെ വന്നിട്ടില്ല. മിനിഞ്ഞാന്ന് 2-3 പ്രാവശ്യം വന്നായിരുന്നു. പിന്നെ വന്നിട്ടില്ല. അത് ഏത് ഭാഗത്തോടെ വന്നേ? ആ ഭാഗത്ത് അതിൽ കയറാൻ നല്ല എളുപ്പം. അവിടെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പണി പൂർത്തിയായി കഴിഞ്ഞാൽ സമാധാനായില്ലേ? ഇപ്പൊ കുറച്ച് സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. ഇച്ചിരി ഉറങ്ങാനൊക്കെ പറ്റുന്നുണ്ട്. അതിനെയാട്ടോ ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ സംസാരിക്കുന്ന ഇതേ കാര്യം തന്നെയാണ്. ആനമതിലിൻ്റെ പണി തകൃതിയായിട്ട് തന്നെ വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വളരെയധികം സമാധാനം ഉണ്ടെന്ന് തന്നെയാണ് അവരെല്ലാവരും പറയുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അവിടുന്ന് ഇപ്പം നമ്മൾ ആ കണ്ട സ്ഥലത്തു നിന്ന് ഒരു കിലോമീറ്റർ മാറിയിട്ടുള്ള പ്രദേശത്താണ്. ഇവിടെ കൺസ്ട്രക്ഷൻ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുണ്ടോ അവിടെ വണ്ടിയൊക്കെ കിടക്കുന്നത് നമുക്ക് കാണാം. ഇവിടെ ഈ ഭാഗത്ത് ഇതിൽ മെയിനായിട്ട് ആനകൾ വരുന്ന പ്രദേശങ്ങളാണ് ഇതെല്ലാം. ഇവിടെയൊക്കെ സെപ്പറേറ്റ് കറണ്ട് കമ്പികളൊക്കെ ഇട്ടിരിക്കുന്ന കാണാം, ഹാങ്ങിങ്. പക്ഷേ ഇനി ഇതൊക്കെ പണിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ക്ലിയർ ആവും. ആനകൾ എങ്ങോട്ട് ഇറങ്ങാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ വരും കേട്ടോ. അതുതന്നെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹവും. ഈ ആളുകൾക്ക് ഒരു സുരക്ഷ വരിക എന്നുള്ളത് തന്നെയാണ്. നമ്മളെത്ര കാലങ്ങളായിട്ട് ഈ ആളുകൾ ദുരിതിക്കുന്നത്, അവരുടെ വിഷമങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കോടതി ഇടപെട്ടിട്ട് ഇവർക്ക് ഇപ്പോൾ ഇങ്ങനെയൊരു പരിഹാരം വന്നിരിക്കുകയാണ്. അതിൽ തന്നെ വലിയ സന്തോഷം കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ആറളത്തെ ബേസ് ചെയ്ത് കുറേ വീഡിയോസ് ചെയ്തുകൊണ്ട് അത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ഏതായാലും പണി പൂർത്തിയായാൽ വളരെ നന്നായിരുന്നു എന്ന് തന്നെയാണ് എല്ലാവരെയും പോലെ തന്നെ ഞാനും ഈ ചാനലും ആഗ്രഹിക്കുന്നു കേട്ടോ. ഏതായാലും നമ്മളിന്ന് 2 പ്രദേശങ്ങളാണ് കണ്ടത്. ഒന്ന് രാമച്ചി ഭാഗത്തെ ആ പുലിയുടെ വിഷയം കണ്ടു, അവർ സംസാരിച്ച കാര്യങ്ങൾ നമ്മൾ കേട്ടു. അതേപോലെ തന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ ആറളം ഭാഗത്തേക്കാണ് വന്നത്. ഇത് ബ്ലോക്ക് 10ൻ്റെ ഭാഗമായിട്ടുള്ള പ്രദേശങ്ങളാണ്. ഇവിടെ ആനമതിലിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നേരിട്ട് കണ്ടു. ബാലൻ ചേട്ടൻ നമ്മളെ കൊണ്ടുപോയി കാണിച്ചു തന്നു കേട്ടോ. ഇവരൊക്കെ വർഷങ്ങളായിട്ട് ഇതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് നമ്മളിവിടെ വരുമ്പോൾ അവരെ ആണ് നമ്മൾ വിളിക്കുക. അപ്പോൾ അവരാണ് കൊണ്ടുപോയി കാണിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവർ 2-3 ദിവസമായി ആനമതിലിൻ്റെ പണിയുടെ ഒരു പ്രോഗ്രസ് ഒന്ന് എടുക്കാൻ വരുമോ എന്നൊക്കെ ചോദിക്കുന്നത്. ഏതായാലും നമ്മൾ കണ്ടു കേട്ടോ. ഏതായാലും വളരെ സന്തോഷമുണ്ട്. ആനമതിലും വളരെ തകൃതിയിൽ തന്നെ നടക്കുന്നുണ്ട്. അതിൻ്റെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ ഈ പ്രദേശത്തുള്ള ആറളം ഭാഗത്തുള്ള ആളുകളുടെ വന്യമൃഗ പ്രശ്നത്തിൻ്റെ കാര്യത്തിൽ കുറേ നല്ല രീതിയിലൊരു പരിഹാരം ആവുമെന്ന് തന്നെയാണ് എല്ലാവരെയും പോലെ തന്നെ എൻ്റെയും പ്രതീക്ഷ കേട്ടോ. അപ്പോൾ ഏതായാലും ഒരു സൈഡിൽ ഇപ്പോൾ ഓരോ പ്രദേശത്തും പുലികളും കടുവകളും ഒക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതും ഈ ഒരു സീസണിൻ്റെ ഒരു പ്രശ്നം കൂടെയാണ്. ഏതായാലും അവിടെയുള്ള ആളുകളും വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. അതും നമ്മൾ കണ്ടു കേട്ടോ. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.